1998 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭ, അതായത് BJP മന്ത്രിസഭ, പല സഖ്യകക്ഷികൾ പിന്തുണച്ചാണ് അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. അതായത് മൈനോറിറ്റി ഗവൺമെൻറ് വിത്ത് മെജോറിറ്റി സപ്പോർട്ട്. അങ്ങനെയാണ് അദ്ദേഹം ആ ഗവൺമെൻറ് കൊണ്ടുപോയത്. ഇദ്ദേഹം എടുത്ത ഒരു നിലപാടായിരുന്നു പോഖറാൻ 2, ഇന്ത്യയുടെ ആണവ പരീക്ഷണം രാജസ്ഥാൻ പോഖറാൻ മേഖലയിൽ, മരുഭൂമിയാണ് അവിടെ നടത്തിയത്. അവിടെ ഹൈഡ്രജൻ ബോംബ്, മറ്റുള്ള ബോംബുകൾ പലതും ഏകദേശം 5-ൽ പരം ഹൈഡ്രജൻ ന്യൂക്ലിയർ വെപ്പൺസാണ് അവിടെ ടെസ്റ്റ് ചെയ്തത്. ലോകം മുഴുവനും ഷോക്കായി. കുറച്ച് കഴിയുമ്പോൾ അത് പാകിസ്ഥാനും പോയി ടെസ്റ്റ് ചെയ്ത്. ഇന്ത്യ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് പാകിസ്ഥാൻ ആദ്യമായിട്ട് അവരും ഏതോ ഭാഗത്ത് പോയിട്ട് ഏതോ 3-4 ബോംബുകൾ അവരും ന്യൂക്ലിയർ വെപ്പൺസ് അവരും ടെസ്റ്റ് ചെയ്യുന്നത്. നമ്പർ 1. ഇപ്പം ലോകം ഷോക്കായ പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, മറ്റ് പല രാജ്യങ്ങളും. എന്നിട്ട് ഈ അണുപരീക്ഷണത്തിന് അമേരിക്ക തന്ന പണിയാണ് കാർഗിൽ യഥാർത്ഥത്തിലുണ്ടായത്. അതുകൊണ്ട് കറക്റ്റ് 1 വർഷം കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പട്ടാളത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ് പോലും അറിയാത്ത, അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേഷന് പാകിസ്ഥാന് മുകളിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ പലയിടത്തും ലീക്കായിട്ടുണ്ട്. അതായത് അതുകൊണ്ട് കറക്റ്റ് 1 വർഷം കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പട്ടാളത്തെ പാകിസ്ഥാൻ ഗവൺമെൻറ് പോലും അറിയാത്ത, അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ അഡ്മിനിസ്ട്രേഷന് പാകിസ്ഥാന് മുകളിലുള്ള സ്വാധീനം എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ പലയിടത്തും ലീക്കായിട്ടുണ്ട്. അതായത് നവാസ് ഷെരീഫും അന്നത്തെ മുഷറഫ് ആയിരുന്നു പാകിസ്ഥാൻ്റെ ആർമിയുടെ ചീഫ്. അവർ തമ്മിൽ ടെലിഫോണിക് കോൺവെർസേഷനൊക്കെ പലയിടത്തും ലീക്കായി വന്ന് പലരും കേട്ടിട്ടുണ്ട്. അന്ന് നവാസ് ഷെരീഫ് കൃത്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, അദ്ദേഹം അറിയാതെയാണ്, അതായത് പ്രധാനമന്ത്രിയും കൂട്ടരും അറിയാതെയാണ് പട്ടാളം ഈ നീക്കം നടത്തിയത്. അതായത് കൃത്യമായിട്ട് അമേരിക്ക ഇന്ത്യക്ക് തന്ന പണിയായിരുന്നു കാർഗിൽ. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഇതാണ് ഡീപ് സ്റ്റേറ്റ്. ഇതാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ്. അവൻ ഇഷ്ടമല്ലാത്ത ചെയ്തു കഴിഞ്ഞാൽ അവൻ പല രീതിയിൽ കയറി ചെയ്യും. ഇനി അടുത്ത ചോദ്യം, ശരിക്കും നമ്മൾ കാർഗിലിൽ ജയിച്ചോ ഇല്ലേ? ഇതാണ് ചോദ്യം.